കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. കഷ്ടപ്പെടാതെ നമുക്ക് റഷ്യയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നാട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ പെട്ടെന്ന് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാം, ആഡംബരമായ ലൈഫ് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയായിട്ട് തോന്നും. അതൊന്നുമല്ല, ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ റഷ്യയിലേക്ക് വരുമ്പോൾ തന്നെ എന്നെ പല കമ്പനികളും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ പേപ്പറൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. പല കമ്പനികളും എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് റഷ്യൻ ലാംഗ്വേജ് അറിയില്ല, ഞാൻ റഷ്യൻ സിറ്റിസൺ അല്ല, ഒരു ഇനസ്ത്രാന ഗ്രാസാനിനാണ്, അതായത് ഇന്റർനാഷണൽ സിറ്റിസൺ ആണ്. അതൊക്കെ വെച്ചുകൊണ്ട് എന്നെ പല കമ്പനികളും എനിക്ക് ജോബ് തരാൻ തയ്യാറായില്ല. ഞാൻ 1, 2, 3, 4 മാസം ജോലി ഇല്ലാതെ റൂമിൽ കുത്തിയിരുന്ന കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്ന് വരുന്ന ആൾക്കൊക്കെ ഒരു 20-25 ദിവസത്തിനുള്ളിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അവരൊക്കെ ജോലിക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ആ ഒരു സമയത്ത് വളരെ കഷ്ടപ്പാടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിച്ച പ്രൊഫഷൻ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ലോഡിങ്ങിൽ നല്ല ഹാർഡ് വർക്കായിട്ടുള്ള ലോഡിങ്, ഇപ്പോഴുള്ള നോർമൽ ലോഡിങ്ങും കാര്യങ്ങളൊന്നുമല്ല, വളരെ ഹാർഡ് വർക്കായിട്ടുള്ള ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. വെറുതെ ആരും നിങ്ങൾക്ക് പൈസ തരത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും എല്ലാ ജോബിനും ഉണ്ടാവും. അത് മനസ്സിലാക്കുക. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ വളരെയധികം വാശി പിടിക്കരുത് ഒരിക്കലും. എനിക്ക് ഇത്ര ശമ്പളം കിട്ടണം. അങ്ങനെ വാശി പിടിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റൊരു കാര്യമുള്ളൂ. നിങ്ങൾ സ്കില്ലഡ് ലേബർ അല്ല. നിങ്ങൾ സ്കില്ലായിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജ് പോലും അറിയാതെയാണ് നിങ്ങൾ നാട്ടിൽ നിന്നും റഷ്യയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ റഷ്യയിൽ കയറി വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട്, ഒരു 75 മുതൽ 90,000 കിട്ടുന്നെങ്കിൽ തന്നെ അത് വലിയൊരു എമൗണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നാട്ടിലത്തെ ഒരു ഗവൺമെൻറ് സ്റ്റാഫുകളൊക്കെ വാങ്ങുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പോലും അത്രയും ശമ്പളം കിട്ടുന്നില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇത്രയും അൺസ്കിൽഡ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഇത്രയും വലിയ ശമ്പളം കിട്ടുന്നത് വലിയ ഇതാണ്. പക്ഷെ ഇന്ന് യൂറോപ്പിലേക്ക് 20 ലക്ഷം 25 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അവർക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് അവരെ ആകെ ഒരു 15-20,000 രൂപയൊക്കെ അവരെ കയ്യിൽ ബാക്കിയാക്കാൻ പറ്റുന്നുള്ളൂ. പലരും എൻ്റെ പല സുഹൃത്തുക്കളും യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ പുറത്ത് നേരത്തെ വർക്ക് ചെയ്ത ആളുകളുണ്ട് പല യൂറോപ്യൻ രാജ്യം. അവർ പറഞ്ഞു, എടാ നമുക്കിവിടെ പറ്റുന്നില്ല, നമുക്ക് ഇവിടെ, കാരണം യൂറോപ്പിൻ്റെ ഒരു സാഹചര്യം ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. എക്കണോമിക് പരമായിട്ടും എല്ലാ തരത്തിലും യൂറോപ്പ് വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക മാധ്യമം, അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ എല്ലാ കാര്യത്തിലും വളരെ എക്സ്പെൻസീവ്, എല്ലാത്തിനും റേറ്റ് കൂട്ടുക, റൂം റെൻറ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ, എല്ലാത്തിനും റേറ്റ് വളരെ അധികമാണ് അവിടെ. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജീവിച്ചു പോകാന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ റഷ്യ എന്ന രാജ്യം അങ്ങനെയല്ല. പല രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും റഷ്യയിൽ ഒരുപാട് ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറിയിൽ അവർ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിട്ട് നിങ്ങൾ റഷ്യയിൽ വരരുത്. നിങ്ങൾ റഷ്യൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ മറ്റൊരു ഭാഗം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. കാരണം നമ്മളിവിടെ അടിച്ചു പൊളിക്കാനോ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനോ വരുന്നതല്ല, നമ്മളിവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ റഷ്യൻ പാസ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് വ്രേമഞ്ഞ പ്രജ്വാനിയ എന്ന് പറയും, അതായത് താൽക്കാലിക റെസിഡൻസി എന്നാണ് റഷ്യയിൽ അതിനെ പറയുന്നത്. അതായത് നമ്മൾ അത് കിട്ടണമെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഒരുപാട് കഷ്ടപ്പെട്ട്, അവർ ഇന്ന് ഒരു ഡോക്യുമെൻ്റ് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഇനി നാളെ വാ, ഇല്ല ഒരു ആഴ്ച കഴിഞ്ഞിട്ട് വാ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞു, അങ്ങനെ ഒരുപാട് ഇട്ട് എന്നെ കളിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു. വ്രേമഞ്ഞ പ്രജ്വാനിയ കഴിയുമ്പം നമുക്ക് രണ്ടാമത് വരുന്നത് ഒരു റഷ്യൻ ലാംഗ്വേജ് എക്സാമാണ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ്, ഈസി ഒന്നുമല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ്. ആ എക്സാം ഞാൻ പാസ്സായി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിള്ളേർക്ക് ഇപ്പം റഷ്യൻ കോട്ട വിസയിലേക്ക് വരുന്ന ആളുകൾക്ക് റഷ്യൻ ലാംഗ്വേജ് എക്സാം ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമാണ്. എൻ്റെ സമയത്ത് അങ്ങനെയല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ട്, അത് കാരണം റഷ്യൻ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന എക്സാമാണത്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അത് നമ്മളെ റിജക്റ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിനായിട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, വളരെ കഠിനമായിട്ടുള്ള എക്സാം പാസ്സായിട്ടാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ വ്രേമഞ്ഞ പ്രജ്വാനിയ എനിക്ക് കിട്ടുന്നത്. അത് നമ്മുടെ വിസയിൽ, നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സ്റ്റിക്കർ പോലെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുകയാണ് ഈ വ്രേമഞ്ഞ പ്രജ്വാനിയ.
രണ്ടാമത് നമുക്ക് കിട്ടുന്നതാണ് വിത്നഷീതിൽസ്തുവ എന്ന് പറഞ്ഞ സംഭവം, അതായത് പെർമനന്റ് റെസിഡൻസി. അങ്ങനെ ഞാൻ പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് അതും വളരെ കഠിനമാണ്. ഒരുപാട് ഡോക്യുമെന്റ്സുകൾ അവർ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണെന്ന് പോലും വെള്ളം വന്നിട്ടുണ്ട്. അത്രയും എന്നെ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. കാരണം നമുക്കൊരു VFSൽ പോയിട്ട് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല. ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയല്ല, ഇത് ഡോക്യുമെൻറ്റ് ശരിയില്ല. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു പ്രിയമഞ്ഞ പ്രജുവാനം എടുക്കണമെങ്കിൽ നാട്ടിൽ നിന്നുള്ള നമ്മളെ മെഡിക്കൽ കാണും. ആ മെഡിക്കൽ 3 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ഒരു ചെവി സർട്ടിഫിക്കറ്റ് വേണം, അത് 3 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അപ്പോസ്റ്റിൽ വേണം, പോലീസ് ക്ലിയറൻസ് വേണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വേണം. ഇതൊക്കെ കഴിഞ്ഞ് ഒരു റഷ്യൻ ലാംഗ്വേജ് എക്സാം ടെസ്റ്റ് പാസ്സാവണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആദ്യത്തെ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ഇത് കിട്ടുന്നത്. നമുക്കൊരു ടെമ്പററി ആയിട്ട് റഷ്യയിൽ താമസിക്കാനുള്ള ഒരു അലൗഡ് റഷ്യൻ ഗവൺമെൻറ് നമുക്ക് തരുന്നത്. അതിനുശേഷം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ടുള്ള റെസിഡൻസ് ആണ്. ഇപ്പോൾ ഒരു സംഭവം, റഷ്യയിൽ നിങ്ങൾക്കൊരു കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു വ്രീമഞ്ഞ പ്രജവാനിയെ വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് റഷ്യൻ വൈഫോ അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി ഡയറക്റ്റ് കിട്ടും ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ച്. അപ്പോൾ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ ആ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പെർമനന്റ് റെസിഡൻസി കിട്ടുമ്പോൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ പേരിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നത്. പിന്നെ അതിന് ശേഷം ആണ് നമുക്ക് റഷ്യൻ പാസ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ എവിടെയൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ച് എല്ലാ രാജ്യത്തിൻ്റെയും സ്റ്റിക്കർ സ്റ്റാമ്പിലുള്ള ആ സ്റ്റാമ്പ് മൊത്തം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പം എനിക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഞാൻ ശ്രമിച്ചു, എവിടെയും കിട്ടുന്നില്ല. ട്രാൻസ്ലേറ്ററായിട്ട് അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റർ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ കിട്ടി. അങ്ങനെ അത് ഫുള്ള് ട്രാൻസ്ലേറ്റ് ചെയ്ത് റഷ്യയിൽ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഒരു റഷ്യൻ പാസ്പോർട്ട്, ഒരു റഷ്യൻ സിറ്റിസൺ ആയത്. അതിന് മുമ്പൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ തിന്നും കൊഴുത്തും ജീവിക്കുന്ന ഒരാളല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. പക്ഷേ തെറ്റായ പ്രചരണങ്ങൾ ആരൊക്കെയോ എനിക്കെതിരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല. കാരണം അത് കെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടൈം വേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്നുള്ള കാര്യം എൻ്റെ എത്രയോ വർഷങ്ങൾക്കുള്ള മുമ്പുള്ള വീഡിയോകൾ കാണുന്ന ആൾക്ക് മനസ്സിലാവും. ഞാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടം വരെ ഒരു റഷ്യൻ സിറ്റിസൺ ആയത്. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് 30-32 വർഷമായിട്ടുള്ള ആളുകൾ, റഷ്യയിലുള്ള ആൾക്ക് ഓരോ റഷ്യൻ പാസ്പോർട്ടുള്ള ഈ അസർബൈജാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഉള്ള ആളുകൾ, എല്ലാ റഷ്യൻ ഭാഷ ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളുകൾക്ക് പോലും റഷ്യൻ പാസ്പോർട്ടും ഇല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെയൊക്കെ റഷ്യൻ പാസ്പോർട്ട് കാണുമ്പോൾ പല ആളുകളും പെട്ടെന്ന് ഷോക്ക് ആവാറുണ്ട്. കാരണം എങ്ങനെ ഒരു ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് എങ്ങനെ റഷ്യൻ പാസ്പോർട്ട് കിട്ടി, നമ്മൾ ഇത്ര കാലമായിട്ട് ഇവിടെയായിട്ട് നമുക്ക് കിട്ടിയിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഷോക്ക് ആവാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രയത്നം, എന്ത് ജോലി ആയാലും ആ ജോലി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം, അതുപോലെ തന്നെ കോൺഫിഡൻസ്, നമ്മൾ ആ കമ്പനിയായിട്ട് കോപ്പറേറ്റ് ആയിട്ട് പോവുക, എല്ലാവരുമായിട്ട് സഹകരിച്ച് പോവുക. പിന്നെ തെറ്റായ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മളെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക. കാരണം നമുക്ക് ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സമയമില്ല. കാരണം നമുക്ക് നമ്മളേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇഷ്ടം പോലെ. കാരണം ചില ആൾക്കാർ അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യുക. അപ്പോൾ അവൻ്റെ റീച്ച് പല ആൾക്കാർ അങ്ങനെ അവൻ്റെ റീച്ച് കൂടെ എൻ്റെ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് അവൻ്റെ റീച്ച് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഒരാളോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. കാരണം റഷ്യയിൽ വരുന്നതിന് മുമ്പിലായിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കരുത്. കാരണം നിങ്ങൾ ഒന്നും അറിയാതെ വരുന്നതാണ്. ഒരു അമ്മയുടെ വയറിൽ നിന്നൊരു കുട്ടി ഫസ്റ്റ് ജനിച്ച് വീഴുന്നത് പോലെയാണ് നിങ്ങൾ റഷ്യയിൽ. ഈവൻ ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. നിങ്ങൾ അങ്ങനെ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വരിക. ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് വരാതിരിക്കുക. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ വരാതിരിക്കുക. നമ്മൾ എന്ത് ജോലി ചെയ്യാനും തയ്യാറാവുക. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജോലി പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കാനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വരിക. മാക്സിമം ആ ഒരു കൺസിഡറേഷൻ വെച്ച് നമ്മൾ വരാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് 100% ഉണ്ടാവും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 100% ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക ഷെയർ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.